നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആ ബിസിനസ് മാഗ്നറ്റ് ഞാനാണ്. എന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ? അങ്ങനെയാണെങ്കിലേ ഒരു പരിപാടി ഉണ്ട്. വന്നിട്ട് ഇത്രയും സമയം എന്നിട്ട് ശിവാനി ഉറക്കണിച്ചില്ല. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പൊന്നോ നമ്മുടെ പാറമട വീട്ടിൽ പുതിയ ഗസ്റ്റ് വരികയാണ്, ഒരു ബിസിനസ് മാഗ്നറ്റ്. അപ്പൊ നമ്മുടെ കേശു ആണെങ്കിൽ വെൽ ഡ്രസ്ഡ് ഒക്കെ ആയിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് ബൊക്കെയൊക്കെ പിടിച്ച് നിൽക്കുവാണ് നമ്മുടെ ഈ ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി. അതായത് ബിസിനസ് മാഗ്നറ്റ് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദാ വരുന്നു ഒരു കാറിന് നമ്മുടെ ഷിബു റോക്സ്. അതേ കൂട്ടുകാർ, നമ്മുടെ ഷിബു റോക്സ് കോട്ടും സൂട്ടൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഞാനാണ് ഇവിടെ വന്ന് ബിസിനസ് മാഗ്നറ്റ് എന്നൊക്കെ പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ കേശുവും നമ്മുടെ സിദ്ധുവും ലച്ചു ആണെങ്കിലും പെട്ടിരിക്കുക. ഒന്നും ചെയ്യാനും പറ്റില്ല, പൈസ കിട്ടുന്ന കാര്യമായി പോയി, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ കേശു ഇങ്ങനെ നിൽക്കുക. അപ്പൊ കേശു ആട്ടോ ഇയാൾക്കടെ കാര്യങ്ങൾ മൊത്തം നോക്കേണ്ടത്. അപ്പൊ കേശു ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. ഞാനൊന്നും നോക്കൂല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചുവിനോട് പറയുന്നുണ്ട്. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, ഏയ് നീ തന്നെ അയാളെ നോക്കണം, നീ അല്ലേ ആ ബിസിനസ് മാഗ്നറ്റിനെ നോക്കിക്കോളാന്ന് പറഞ്ഞേ എന്ന് നമ്മുടെ ലച്ചു പറയുന്നുണ്ട്. ലച്ചു എന്നിട്ട് ഇങ്ങനെയും പറയുന്നുണ്ട്, ശിവാനിയും കൂടി ഇവിടെ വേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷിബു ഫുഡ് കഴിക്കാനിരിക്കുമ്പോ കുറെ ഷോ കാട്ടുന്നുണ്ട്. ഈ ഫുഡാണോ എനിക്ക് വിളമ്പുന്നതെന്നൊക്കെ പറഞ്ഞ് കുറെ ഷോ കാണിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ഷിബു അവിടെ സോഫയിൽ ഇങ്ങനെ കിടക്കുവാണേ. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, സമയം ഇപ്പൊ ഉച്ചയായല്ലോ, ഇതുവരെയും ശിവാനി എണീറ്റില്ലേ? ശിവാനി അവിടെ ഇല്ലാത്ത കാര്യം പുള്ളിക്കാരൻ അറിയില്ല കേട്ടോ. ഇനി അതറിയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. എന്തായാലും ഒരു പൊപ്പോടി എപ്പിസോഡ് നമ്മുടെ പാറമട വീട്ടുകാർ ഷിബു റോക്സിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന നിമിഷം അല്ലെ, കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.